ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത് പതിറ്റാണ്ടുകളിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ്. തീവ്രമായ ചുഴലിക്കാറ്റുകളും മഞ്ഞുവീഴ്ചയും കനത്ത മൺസൂണും ഇന്നത്തെ ഈ കാലാവസ്ഥ സ്ഥിതി ഏറെ സങ്കീർണമാക്കി. ഇതിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാക്കിയത് ഇന്തോനേഷ്യ, ശ്രീലങ്ക, തായ്ലൻഡ്, വിയറ്റ്നാം, മലേഷ്യ എന്നിവിടങ്ങളാണ്. ഈ വലിയ പ്രകൃതി ദുരന്തത്തിന്റെ ഫലമായി നൂറുകണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടമായി. മാത്രമല്ല, ദുരന്തങ്ങൾ നേരിട്ട് ബാധിച്ചത് ദശലക്ഷക്കണക്കിന് ആളുകളെയാണ്. കൂടാതെ സെന്നിയാർ ചുഴലിക്കാറ്റ് പോലുള്ള അസാധാരണ കൊടുങ്കാറ്റുകൾ ഭൂമധ്യരേഖയ്ക്ക് സമീപം രൂപപ്പെട്ടത് നാശനഷ്ടങ്ങളുടെ തീവ്രത വർദ്ധിപ്പിച്ചു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ എല്ലാം തകിടം മറിച്ച് അതിതീവ്രമായ കൊടുങ്കാറ്റിന് പിന്നിൽ കാലാവസ്ഥാ വ്യതിയാനമാണെന്നാണ് പറയുക. അതായത് ചുഴലിക്കാറ്റുകൾ സാധാരണയായി ഭൂമധ്യരേഖയ്ക്ക് അടുത്തായി രൂപപ്പെടാറില്ല. പക്ഷേ സെന്നിയാർ ചുഴലിക്കാറ്റ് ഭൂമധ്യരേഖയ്ക്ക് തൊട്ടടുത്ത് മലാക്ക കടലിടുക്കിന് രൂപപ്പെട്ടതെന്നും ഗവേഷക ലോകത്തിനും അത്ഭുതമായ ഒരു കാര്യം തന്നെയാണ്. ഇത് വിവിധ സ്ഥലങ്ങളിൽ പേമാരിക്കും വെള്ളപ്പൊക്കത്തിനും കാരണമായി. ഫിലിപ്പീൻസിൽ കനത്ത വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും കാരണമായി കോട്ടോ ചുഴലിക്കാറ്റ് മാറി. ശ്രീലങ്കയിൽ വൻ നാശനഷ്ടമുണ്ടാക്കി ഡിറ്റ്വ എന്ന ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുമെത്തി. ഡിറ്റ്വ വീശിയടിച്ചതിലൂടെ ശ്രീലങ്കയിൽ സമീപകാലങ്ങളിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ കാലാവസ്ഥ ദുരന്തമാണ് വരുത്തിവെച്ചത്. പ്രകൃതിയിൽ അസാധാരണമായ ഒന്നല്ല ഇത്തരത്തിൽ ഇത്ര തീവ്രമായ കൊടുങ്കാറ്റുകൾ ഏകദേശം ഒരേ സമയം ഉണ്ടാകുന്നത്. അതായത് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നതനുസരിച്ച് ഭൂമധ്യരേഖ ചുഴലിക്കാറ്റുകൾ അപൂർവമാണ് എങ്കിലും അവയുടെ നാശം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും വളരെ വലുതാണ്. രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ പ്രകൃതി ദുരന്തം എന്നാണ് ശ്രീലങ്കൻ പ്രസിഡന്റ് ഈ വെള്ളപ്പൊക്കത്തെ വിശേഷിപ്പിച്ചത്. ശ്രീലങ്കയുടെ കിഴക്കൻ തീരത്തുകൂടി ഡിറ്റ്വ ചുഴലിക്കാറ്റ് നേരിട്ട് സഞ്ചരിച്ചതുകൊണ്ടാണ് നാശനഷ്ടം വർദ്ധിപ്പിച്ചത്. മാത്രമല്ല, ഈ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ ഏത് മാസത്തിലും രൂപപ്പെടാമെന്നാണ് പറയുന്നത്. പക്ഷേ വടക്കു പടിഞ്ഞാറൻ പസഫിക്, വടക്കൻ ഇന്ത്യൻ മഹാസമുദ്രങ്ങളിൽ ജൂലൈക്കും ഒക്ടോബറിനും ഇടയിലാണ് ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ കൂടുതലായി രൂപപ്പെടാറുള്ളത്. വടക്കു പടിഞ്ഞാറൻ പസഫിക് മേഖലയാണ് സെന്നിയാർ ചുഴലിക്കാറ്റും കോട്ടോ ചുഴലിക്കാറ്റും രൂപപ്പെട്ടത്. എന്തിനു പറയണം, 2025 തുടക്കം മുതൽ ഇങ്ങോട്ട് ഫിലിപ്പീൻസിലും തെക്കൻ ചൈനയുടെ ചില ഭാഗങ്ങളിലും വിനാശകരമായ നിരവധി ചുഴലിക്കാറ്റുകൾ ആഞ്ഞടിച്ചു. ഇതിനെല്ലാം കാരണം ഈ കാലാവസ്ഥ മാറ്റം തന്നെയാണ്. അതായത് ലോകത്തിലെ സമുദ്രങ്ങളും അന്തരീക്ഷവും അതിവേഗം ചൂടുപിടിക്കുകയാണ്. ഹരിതഗ്രഹവാതകങ്ങളുടെ വർധനവ് കാരണം ഇത്തരത്തിൽ സംഭവിക്കുന്നത്. വരും വർഷങ്ങളിലും ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ കൂടുതൽ തീവ്രമാകാനാണ് സാധ്യതയെന്നും കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു. ചൂടുള്ള സമുദ്രങ്ങളിൽ നിന്നാണ് ചുഴലിക്കാറ്റുകൾ ഊർജ്ജം ലഭിക്കുന്നത്. ഇത് വിദഗ്ധരുടെ പഠനങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും കണ്ടെത്തിയ ഒന്നാണ്. ചുഴലിക്കാറ്റ് മാത്രമല്ല, അന്തരീക്ഷവും സമുദ്രങ്ങളും പെട്ടെന്ന് ചൂടാകുന്നതുകൊണ്ട് മഴയുടെ നിരക്ക് കൂടുകയും ചെയ്യും. അതായത് ഇത്തരത്തിൽ കൂടുതൽ മഴ പെയ്യുമ്പോൾ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിന് പല സ്ഥലങ്ങളിലും സാധ്യത കൂടുതലാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.